പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അമ്മ അച്ഛനും ചോദിച്ചാ എന്താ പറയാ? ഭാനുമതിയോടും ഭാസ്കരനോടും വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. 1-2 ദിവസം കൂടി മുത്തച്ഛനെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. കൂടിയ 3-4-5 ദിവസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയും. കലങ്ങി തെളിയോ? എന്ത്? അത് കുളം. അതൊന്നും തെളിഞ്ഞിട്ട് വേണം 1-2 മീനിനെ പിടിക്കാൻ. കുളത്തിൽ ചൂണ്ടായിട്ട് കുസൂറിന് കൊതി തീർന്നിട്ടില്ല. ബോംബെയിൽ കുളമില്ലല്ലോ. എന്താ? എന്ത് പറ്റി? എന്താ ഉണ്ടായത്? നിലവറയിൽ വെച്ചിരുന്ന ആഭരണപ്പെട്ടി കാണാനില്ല. എവിടെ പോയി? ആതിരയോട് ചോദിച്ചില്ലേ? ആതിരക്കണേ കല്ല് നെക്ലസ് വേണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാ ആഭരണപ്പെട്ടി കാണാനില്ലെന്ന് അറിഞ്ഞത്. എന്റെ ഭഗവാനെ, ഞാൻ എന്താണ് ഈ കേൾക്കണത്? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായി? കള്ളന്മാരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമ്പോ ഓർക്കണായിരുന്നു. പ്രേതെന്നും ഭൂതെന്നൊക്കെ പറഞ്ഞ് ഓരോമാര് തറവാട്ടി കയറി നടക്കണ കാണില്ലേ? അത് തന്നെ ഞാനും പറയുന്നത്. ഈ കുറുന്തോട്ടിയും കൊണ്ട് നീ ഇവിടെ കയറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അയ്യോ, ഞാനോ? മനസ്സാ വാചാ കർമ്മണാ. വേണ്ട, അങ്ങനെ കണ്ണടച്ച് ആരും ഒരു തീരുമാനം എടുക്കണ്ട. കള്ളനാരാണെന്ന് തെളിയിക്കാൻ ജ്ഞാനദൃഷ്ടിയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. മമ്പിളി. അയ്യോ, ഞാനോ? ഞാനെങ്ങനെ? തന്നോടല്ല, സ്വാമിയെ വിളിക്ക. ഞാനത് എങ്ങനെ തെളിയിക്കാനാ? അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജ്ഞാനദൃഷ്ടിയും കുന്തം കൊടച്ചക്രൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം തെളിയിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കണം. പിടികിട്ടി. നീലടാ അടിച്ചു മാറ്റിയത്. ഒരുമാതിരി ഡോൾബി വർത്താൻ എന്റെ അടുത്ത് പറയരുത്. ഇത്രയും സ്വർണം കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ നിൽക്കോ? വസ്തുവിനെയും കൊണ്ട് ഇവിടുത്തെ രക്ഷപ്പെടില്ലേ? വസ്തു ഇത്രയും വസ്തു. ഓ ഭഗവാനെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മാമ്പള്ളിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആ ബാലകലാപനും കുറുന്തോട്ടിയും കൂടി വെച്ചൊരു പാരയാണെന്നൊരു സംശയമുണ്ട്. അത് കറക്റ്റാ, എനിക്കും തോന്നി. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? ഒരു പണിയുണ്ട്. എന്ത് പണി? എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തുക. ഒരു പാത്രത്തിൽ കുറച്ച് ചായപ്പൊടി കരുതിക്കോളൂ. ചായപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഈ ടെൻഷന്റെ ഇടയിൽ നീ ചായ സൽക്കാരം നടത്താൻ പോവാ? അതൊക്കെ പറയാം. പഞ്ചസാര അധികം വേണ്ടി വരുമോ? ഒരു 100 കിലോ വേണ്ടി വരും. എന്ത് തുലാഭാരത്തിനാ? അല്ലെന്ന്. അത്രയും പഞ്ചസാര ഉണ്ടോന്ന് തോന്നണില്ല. എങ്കിലും ഒരു 2 കിലോ ആയാലും മതി. എന്നാ ബാക്കിക്ക് മുളകും ശർക്കര എടുക്കട്ടെ. വിഡ്ഢി. പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയൂ. അതൊക്കെ പറയാം. ഒരൊറ്റ കൈ ഏറ്റാലമാര് കുളമാകും, ഇല്ലെങ്കിൽ നമ്മൾ ചളമാകും. അത്രേ ഉള്ളു. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്രവരുണ പ്രാതരീശ്വര സ്വാഹ. ഓവറക്കരുടെ പട്ടി. ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം. കൈ നീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കഴിക്കാൻ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടിലെ മറുവാക്ക് വേണ്ട, പറയണതങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്ത? അയ്യോ, ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല. പരികർമ്മിയും കൈ നീട്ടു. മാമ്പിള്ളി, കൈ നീട്ടിക്കൊള്ളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഓം ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങോട്ട് വായിലേക്ക് ഇട്ടണം. നാം പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിക്കും. അയ്യോ, സ്വാമി. അയ്യോ സ്വാമി, സ്വാമി പറയുന്നതിന് മുമ്പ് ഞാൻ പഞ്ചസാര പിടിഞ്ഞുപോയി സ്വാമി. ആകെ ഇത്തുകൂടെ ചോരയുള്ള അതെന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കരുത് സ്വാമി. കുസൂറ് പറഞ്ഞിട്ടാ നിലവറയത് ഞാൻ ആഭരണപ്പെട്ടി മോഷ്ടിച്ചത്. എന്നെ രക്ഷിക്കണം സ്വാമി. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യിച്ചതാ. ആഭരണപ്പെട്ടി ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി. അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ. ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി. ഇനി ഇതുകൂടി ഭംഗിയായാൽ രക്ഷപ്പെട്ടു. ഇവൻ പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോടെ. നല്ല ഡോൾബി പോലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോണേ? ത്യാഗരാജ കീർത്തന അല്ല, AR റഹ്മാൻ കീർത്തനം. മുക്കാല മുക്കാബല ഓ ലൈല. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എല്ലാം പൊളിയോ. ഏതായാലും ബാലഗോപാലൻ ആദ്യമായിട്ട് പറഞ്ഞൊരു ആഗ്രഹമല്ലേ? വൈദ്യരുടെ അഭിപ്രായം അത് തന്നെ.
ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്, സ്വാമി വരണം. സ്വാമിയിൽ വിശ്വാസമുള്ള ഒരു ഭക്തന്റെ ആത്മാർത്ഥമായ അപേക്ഷയാണ്, ഉപേക്ഷിക്കരുത്. ഏതായാലും പൂജ നടക്കുന്ന സ്ഥലം വരെ ഒന്ന് പോവുക. ശരി, ബാലഗോപാലിന്റെ പൂജയ്ക്ക് നാം വരാം. എന്നാ നീ പോയി വേഗം കാറുമായി വരിക. സ്വാമിയും പരികർമ്മിയും ഒന്നും കൂടെ ഇറങ്ങിയാലും. നല്ല സീനറി. ഇത് ഏതാ സ്ഥലം? ഇതൊരു പുണ്യസ്ഥലം. ഇതാണ് നാറാണത്ത് പ്രാന്തൻ ജനിച്ച സ്ഥലം. നാരായണ, ഇത് അദ്ദേഹത്തിന്റെ വീടാണോ? അല്ല, ഇത് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസാ. ഓ, അല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പാണ് ഇവിടെ താമസിച്ചിരുന്നത്, അതോ മരിച്ചതിന് ശേഷം? എന്ത്? ഇവിടെ മനുഷ്യവാസമൊന്നുമില്ലേ? ഉണ്ടല്ലോ. എടാ എന്തപ്പാ ഓണന്നടിച്ചറാ. എല്ലാം ഭ്രാന്തന്മാരാണല്ലോ. നാറാണത്ത് ഭ്രാന്തന്റെ ഏരിയല്ലേ? ആ, ഇവരൊക്കെ ആരാണ്? അതൊക്കെ പിന്നെ പറയാം. അന്തപ്പാ നീ പൊക്കപ്പാ. കാറ് പോവാണോ? കാറ് പോയിട്ട് ആംബുലൻസ് വരും. വേറെ ഓട്ടം കാണും. മുത്തച്ഛനെ കുപ്പിയിലാക്കി കാർക്കിട്ട പോലെ ഈ ബാലഗോലാപനെ കുപ്പിയിലാക്കി കാർക്കിടാന്ന് കരുതല്ലേ? അടിച്ചു നിർത്തണ ഈ കള്ളസാന്മാരെ. അയ്യോ കൊല്ലല്ലേ, കറക്കല്ലേ, അയ്യോ അയ്യോ. നിന്റെ കാര്യം എന്താ ആണിയുണ്ടോ? എനിക്ക് കിട്ടട്ടെ. മാടിത്തരം കാട്ടി ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മ പറയാ, അഹങ്കാരം എന്നാ. എന്റെ ഭഗവാൻ, അമലി, ഓ, ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വിടേണ്ടതാ. അയ്യോ ഞാനൊന്നും മനസ്സിലാവാ. വിസ്തരിക്കണ്ട, പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ആ പോക, ഇറങ്ങുക. വാസുമതി, തിരുവാ വിട തരൂ. അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ, എന്നോട് എന്തെങ്കിലും കാരണം തോന്നണെങ്കിൽ ഒരു STD വിളിക്ക. ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണോന്നേ ഇല്ല. ആ, അങ്ങോട്ട് ഇറങ്ങുക, പോവുക. അതിന് I am really I love you. I love you. മാമല്ലി മാമ, ഇതെന്നെ വാ. ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർ മിലേംഗെ. You are carefree. Shagancha, follow me.